Video like ഇന്നത്തെ ഈ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തത് SKYMOBILES അടൂർ എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റിയോ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റിയോ എന്തെങ്കിലും അറിയാൻ നിങ്ങൾക്ക് SKYMOBILES ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. Hello everyone, Techie വിസാറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് Oppo എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആയ Oppo Reno 6 Pro 5G എന്ന് പറയുന്ന ഡിവൈസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് Oppo Reno 6 Pro 5Gയുടെ ബോക്സ് കണ്ടന്റ്സ്, അതിന്റെ സ്പെസിഫിക്കേഷൻ ഓവർവ്യൂ, അതിനെ പറ്റിയുള്ള എന്റെ അഭിപ്രായങ്ങൾ, അതിന്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ വേർഡിക്റ്റ് ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ ടൈം ഇന്റർവെൽ വെച്ചിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് ഈ ഒരു വീഡിയോ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഭാഗം മാത്രം കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വലിയൊരു സപ്പോർട്ട് ആകും. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ആക്കുവാണെങ്കിൽ ഞാൻ ഇതേപോലത്തെ കിടിലൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇത്രയുമാണ് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് Oppo Reno 6 Pro 5Gയുടെ ബോക്സ് കണ്ടന്റ്സ് ഡിസ്കസ് ചെയ്യാം. പറയത്തേക്ക പുതുമയൊന്നും ഇതിന്റെ പാക്കേജിംഗിൽ വന്നിട്ടില്ല. അൺബോക്സിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ജനറേഷൻ ഓപ്പോ ഡിവൈസിൽ വരുന്ന പോലെ തന്നെയാണ്. ആദ്യം തന്നെ നമുക്കൊരു മെയിൻ കവർ ഉണ്ട്, അത് പുറത്തെടുത്ത മെയിൻ ബോക്സ് ആയിരിക്കും. ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അകത്തൊരു പേപ്പർ ബോക്സ് ആണ്. ആ ഒരു ബോക്സിനകത്ത് നമുക്ക് എപ്പോഴും വരുന്ന പോലെ കേസും കുറച്ച് പേപ്പർ ബോക്സും ആസ് യൂഷ്വൽ ആ ഒരു സിം ഇജക്ടർ പിന്നും വരുന്നുണ്ട്. ആ കേസ് എന്ന് പറയുന്നത് നോർമലി വരുന്ന ക്വാളിറ്റി തന്നെയാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൽ ടൈപ്സ് ഇയർഫോൺസ് വരുന്നുണ്ട്. അതായത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ് ഇയർഫോൺസ്. അത് ഇതിൽ ഓപ്പോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 65 വാട്ട് വോക്ക് ചാർജിംഗ് 2.0 സപ്പോർട്ട് ചെയ്യുന്ന ബ്രിക്ക് വരുന്നുണ്ട്. പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ കേബിളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഇതിന്റെ ബോക്സ് കണ്ടന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബോക്സിലെ മെയിൻ കണ്ടന്റ്, അതായത് നമ്മുടെ ഡിവൈസ്, അതൊരു ടെമ്പററി പ്ലാസ്റ്റിക് ഷീലൊക്കെ കവർ ചെയ്താണ് വരുന്നത്. ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബാക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ പ്രീമിയം ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫീൽ മാത്രമല്ല, ഇതിൻ്റെ ആ ഒരു ബാക്ക് ആൻഡ് ഫ്രണ്ട് ഗ്ലാസ് കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ നമുക്കൊരു പോളികാർബണേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് വരും. പക്ഷേ ഗ്ലാസ് ബിൽഡ് ആണ്. പക്ഷേ ബാക്കിൽ മാറ്റ് ഫിനിഷ് ആണ് കമ്പനി നൽകിയിരിക്കുന്നത്. ബാക്കിലത്തെ ആ ഒരു മാറ്റ് ഗ്ലാസ് ഫിനിഷിൽ കുറച്ച് ടൈനി ടെക്സ്ചേഴ്സ് കാണാൻ പറ്റും. ഇത് നമ്മൾ ഫോൺ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അതിന് തന്നെയൊന്നും ഫോൺ പോകില്ല. 177 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ്. 7.6 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്. ഓവറോൾ ഇതിൻ്റെ വെയിറ്റ് മാനേജ്മെൻറ്റ് പറയുമ്പോൾ നമുക്ക് നല്ലൊരു വെയിറ്റ് മാനേജ്മെൻ്റ് ആണ് ഇതിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ബാക്കിലെ ക്യാമറ പ്ലേസ്മെൻ്റ് ഒക്കെ വളരെ പ്രീമിയം ഫീൽ തന്നെയാണ് നൽകുന്നത്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര വെയിറ്റുള്ള അല്ലെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആ ഒരു കാറ്റഗറി അല്ല, ഒരു മീഡിയം ലൈക്ക് ഫീലാണ് ഇതിൽ നമുക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ ഡിസൈൻ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു ഘടകം തന്നെയാണ്. കാര്യം ഓപ്പോ ഓൾവേസ് എന്തെങ്കിലും ഒരു പുതുമ അവരുടെ ഡിസൈനിൽ കൊണ്ടുവരാറുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന കളർ വേരിയൻറ്റ് ഔറോറ ഗ്ലോ എന്ന് പറയുന്ന കളറാണ്. മറ്റൊരു പ്രീമിയം കളർ വേരിയൻ്റ് ആയിട്ടുള്ള സ്റ്റെല്ലാർ ബ്ലാക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടും നല്ല കളേഴ്സ് തന്നെയാണ്. ഔറോറ ഗ്ലോ എന്ന് പറയുമ്പം നമ്മൾ ഈ സ്റ്റൈൽ കളർ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ നമുക്ക് കുറേ ടെക്സ്ചേഴ്സ് ഫീലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ. ഒരു സാൻഡൽ പ്ലസ് ബ്ലൂ ഗ്രേഡിയൻ്റ് ആണ് ഇതിൽ വരുന്നത്. നോർമൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ വളരെ നോർമൽ തന്നെയാണ്. പക്ഷേ അത്യാവശ്യം ഒരു വെളിച്ചം ഇതിലേക്ക് വരുമ്പം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സ്വഭാവം തന്നെ മാറും. ഭയങ്കര നല്ല രീതിയിൽ കളർ സ്വിച്ചിങ് ഉണ്ടാകും. ഒരു നട്ടുച്ച വെയിൽ അല്ലെങ്കിൽ അത്രയും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള കളർ ഇതിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര വലിയൊരു കളർ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കാണാൻ പറ്റും. അങ്ങനെ വളരെ മികച്ച ഒരു കളറാണ് അല്ലെങ്കിൽ ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബിൽഡ് ആൻഡ് ഡിസൈനിൽ വളരെ മികച്ച രീതിയിൽ തന്നെ ഓപ്പോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ട് കളർ വേരിയൻ്റ് എടുത്താലും നല്ല രീതിയിൽ തന്നെ ഒരു ലുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ 6.55 ഇഞ്ചിൻ്റെ സൂപ്പർ ആമോലെഡ് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതായത് നമുക്ക് കർവ് സ്ക്രീൻ ആണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈഡ് ബെസൽസ് ഇൻഫിനിറ്റി ആണെന്ന് പറയാം. നമുക്ക് സൈഡ് ബെസൽസ് ഇല്ല, കാര്യം അവിടെ കർവ് ആണ് വരുന്നത്. മുകളിലും താഴെ ആ ഒരു താഴത്തെ ചിഹ്നമൊക്കെ നോക്കുവാണെങ്കിൽ വളരെ ചെറുത് തന്നെയാണ്. ഡിസ്പ്ലേയുടെ ഇൻഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ഫീൽ തന്നെയാണ്. കാര്യം കർവ് സ്ക്രീൻ വരുമ്പം കുറച്ചുകൂടെ വലുതാണ്. നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫീൽ തന്നെ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. നമുക്ക് നല്ല വ്യൂയിങ് ആംഗിൾസും നമുക്ക് നല്ല രീതിയിലുള്ളൊരു സ്പേസ് ഈ ഒരു ഡിസ്പ്ലേയിൽ ലഭിക്കുന്നുണ്ട്. സ്ക്രീൻ റീഫ്രഷ് റേറ്റ് നോക്കുവാണെങ്കിൽ 90 ഹെർട്സ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അത് മേജർ ഒരു പോരായ്മ തന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ. 120 ഹെർട്സ് എങ്ങനെ പോയാലും ഈ ഒരു ബഡ്ജറ്റിൽ ഓപ്പോയ്ക്ക് പ്രൊവൈഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് ലഭിക്കുന്നില്ല. അതൊരു നെഗറ്റീവ് പോയിന്റ് തന്നെയാണ്. HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. കളർ പ്രൊട്ടക്ഷനൊക്കെ വളരെ മികച്ച തന്നെയാണ്. വ്യൂയിങ് ആംഗിൾസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മികച്ച വ്യൂയിങ് ആംഗിൾസ് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഓവറോൾ ഡിസ്പ്ലേ ഫീൽ നല്ല തന്നെയാണ്. ഇൻഹാൻഡ് ഫീൽ നമുക്ക് ഉപയോഗിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. പക്ഷേ 90 ഹെർട്സ് ഒരു പോരായ്മ തന്നെയാണ്. സോഫ്റ്റ്വെയർ സൈഡ് നോക്കുവാണെങ്കിൽ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള കളർ OS 11.3 ആണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ധാരാളം ബ്ലോട്ട് വെയർസ് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാമെങ്കിലും ഒരുപാട് ബ്ലോട്ട് വെയർസ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഇതൊരു പ്രീമിയം ലൈക്ക് OS അല്ല. കളർ OS എന്ന് പറയുമ്പോൾ അത്ര പ്രീമിയം OS അല്ല. പക്ഷേ കസ്റ്റമൈസേഷൻ ഓപ്പർച്യൂണിറ്റി നോക്കുവാണെങ്കിൽ ഒരുപാട് കസ്റ്റമൈസേഷൻ കാര്യങ്ങൾ നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. ക്യാമറ നോക്കിയാലും നമുക്ക് കുറേ അധികം ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് ഈ ഒരു കളർ OSനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ആൻഡ് അഡീഷണൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇതിൽ മികച്ച ഒരു റെസ്പോൺസ് ആണ് ലഭിക്കുന്നുണ്ട്. അഡീഷണൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലുള്ള കുറേ കസ്റ്റമൈസേഷൻ, ഫിംഗർ പ്രിൻറ്റ്, ഫേസ് ഐഡിയിലുള്ള കസ്റ്റമൈസേഷൻ, അതേപോലെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട്
കുറേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഗെയിമിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തായാലും ക്യാമറ ഫീച്ചേഴ്സ് ആയാലും AI ലൈക്ക് ബൊക്കെ ഫ്ലെയർ അങ്ങനത്തെ പറഞ്ഞ കുറേ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം കളർ ഓവേഴ്സിൻ്റെ ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ട, ടു ബി ഫ്രാങ്ക്, കളർ ഓവേഴ്സ് പ്രീവിയസ് ജനറേഷനിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ കളർ ഓവേഴ്സ് 11.3യുടെ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൽ ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ ചിപ്സെറ്റ് നോക്കുവാണെങ്കിൽ MediaTek Dimensity 1200 5G ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6nm ചിപ്സെറ്റ് ആണ്. Mali G77 MC9 ആണ് ഗ്രാഫിക്സ് വരുന്നത്. ഞാനിതിൽ ഗെയിമിംഗ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് കാൾ ഓഫ് ഡ്യൂട്ടി ആണ്. അതിൽ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ ഗ്രാഫിക്സ് നമുക്ക് ഹൈയിൽ ഫ്രെയിം റേറ്റ് മാക്സ് ലഭിക്കുന്നുണ്ട്. അതുപോലെ വെരി ഹൈ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു കോംബോയിലാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേ കർവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിലും നമുക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് വെരി ഹൈയിലിട്ടാൽ ലാഗ് ഒന്നും അടിക്കുന്നില്ല. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ പറയാനുള്ളത് നമുക്ക് ലാഗ് ഒന്നും തോന്നത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ യൂസിലൊക്കെ വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് MediaTek 1200 നമുക്ക് നൽകുന്നത്. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബഡ്ജറ്റിലാണ്. ഈ ഒരു ഫോൺ നമുക്ക് ഒറ്റ വേരിയൻറ്റിലേ ലഭിക്കത്തുള്ളൂ. 12GB RAM 256GB വേരിയൻറ്റ് എന്ന് പറയുന്ന ഒറ്റ വേരിയൻറ്റ്. വെർച്വൽ റാം 7GB നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെർച്വൽ റാം എന്ന് പറയുന്നത് 12GB റാമും പ്ലസ് 7GB 19GB റാം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 12GB റാമിൻ്റെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേപ്പബിലിറ്റി ഒരിക്കലും ഈ ഒരു വെർച്വൽ റാമിന് വരത്തില്ല. ചെറിയ കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു 12GB റാം എന്ന് പറയുന്നത് തന്നെ ഇനഫാണ്. റാം ടൈപ്പ് LPDDR4X ടൈപ്പ് ആണ്. അതുപോലെ UFS 2.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40,000 രൂപയാണ്. 40,000 രൂപയ്ക്ക് Dimensity 1200 എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി ചിപ്സെറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം 30,000 രൂപയ്ക്ക് നമുക്ക് നോഡ് 2ഉം അതുപോലെ പോക്കോ F3 GT ഒക്കെ നമുക്ക് ഈ ഒരു പ്രോസസ്സർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ ഈ ഒരു റേറ്റ് വെച്ച് ഇതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോസസ്സർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നൊരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കുണ്ട്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ 4500 mAh ആണ് വരുന്നത്. 4500 mAh എന്ന് പറയുന്നത് അത്യാവശ്യം കുറഞ്ഞാണ്, അല്ലെങ്കിൽ ഒരു ആവറേജ് കപ്പാസിറ്റി എന്ന് പറയാം. ഡെയിലി ലൈഫിൽ ഒരു വൺ ഡേ നമുക്ക് അത്യാവശ്യം പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. ഇപ്പോഴത്തെ ഫോണുകളൊക്കെ 6000 7000 ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു 4500 കൊണ്ടുവരുന്നതുകൊണ്ട് ഈ ഒരു ഫോൺ സ്ലിം ആക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 4500 mAhൻ്റെ കൂടെ 65 വാട്ട് സൂപ്പർ ഫുക്ക് ചാർജിങ് സപ്പോർട്ടായിട്ടുള്ള ബ്രിക്ക് നമുക്ക് ലഭിക്കുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 4500 ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി നമുക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിതിലുണ്ട്. അപ്പോൾ 65 വാട്ട് വരുന്നതുകൊണ്ട് 4500 ഇനഫാണ്. ആ ഒരു കോംബോ ഇനഫാണ്. ഇനി ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുവാണെങ്കിൽ 8 മെഗാ ഒരു വൈഡ് ആംഗിൾ ക്യാമറ പ്ലസ് 64 മെഗാ ഒരു മെയിൻ ക്യാമറ പ്ലസ് 2 മെഗാ മാക്രോ ക്യാമറ പ്ലസ് 2 മെഗാ മോണോ ലെൻസ് അടങ്ങിയ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. കളർ ടെമ്പറേച്ചർ സെൻസർ നമുക്കിതിൽ ബാക്കിൽ റിയർ ക്യാമറയിൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി ഫസ്റ്റ് ഇംപ്രഷനിൽ പറയുകയാണെങ്കിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ്. കളർ വൈസ് ആയതുകൊണ്ട് തന്നെ ക്യാമറ UIയിൽ ധാരാളം ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിലെടുത്ത് പറയേണ്ടത് തന്നെയാണ് ബൊക്കെ ഫ്ലെയർ വീഡിയോ അല്ലെങ്കിൽ പോർട്രേറ്റ് വീഡിയോഗ്രാഫി. അത് ഇതിലാണ് ഓപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ കാര്യം നമുക്ക് വഴിയേ പറയാം. വീഡിയോ നോക്കുവാണെങ്കിൽ മാക്സിമം നമുക്ക് 4K ആയിട്ട് 30 FPS എടുക്കാൻ സാധിക്കും. ഈ ഒരു ബഡ്ജറ്റിൽ 60 FPS കൊടുക്കാമായിരുന്നു. മാക്സിമം 4K 60 ആയിരുന്നെങ്കിൽ വീഡിയോഗ്രാഫി കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. പിന്നെ നമുക്ക് 1080p 16:30 എടുക്കാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ 32 മെഗാ ഒരു ഫ്രണ്ട് ക്യാമറയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 1080p ആയിട്ട് 30 FPS എടുക്കാൻ സാധിക്കും മാക്സിമം. ഇതിന് ഹൈലൈറ്റ് ആയിട്ടുള്ള പോർട്രേറ്റ് വീഡിയോഗ്രാഫി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഒരുപാട് മലയാളം യൂട്യൂബേഴ്സ് ആയാലും അല്ലാത്ത യൂട്യൂബേഴ്സ് ആയാലും DSLRന് പകരമുള്ള സ്മാർട്ട് ഫോൺ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബൊക്കെ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ബൊക്കെ ഫ്ലെയർ എന്ന് പറയുന്ന ടെക്നോളജി 100% ബൊക്കയിലിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടത്തില്ല. കാര്യം നമ്മുടെ ഹെയറിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറഗുലർ ആയിട്ടുള്ള ഷാർപ്പ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഗ്ലിച്ചസ് മാതിരി നമുക്ക് ഫോം ചെയ്ത് കാണാൻ പറ്റും. OnePlus നോട്ടിൽ നമുക്ക് അങ്ങനെ ഒരു ഫീച്ചർ നൽകുന്നുണ്ട്. കളർ വോയിസ് തന്നെയാണ് അതിൻ്റെ ക്യാമറ UIയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബൊക്കെ പോർട്രേറ്റ് വീഡിയോ നമുക്ക് അതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ 100% ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരു ഗ്ലിച്ച് പോലെ തോന്നുന്നുണ്ട്. 70% ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. DSLRനെ കടത്തി വിട്ടു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും ഇല്ല. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് അത്യാവശ്യം നല്ല വീഡിയോഗ്രാഫിയൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് ലൈറ്റൊക്കെ ബാക്കിലുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലർ ആകുന്നുണ്ട്. ഒരു 50 അല്ലെങ്കിൽ 70% ഇട്ട് ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് വരുന്നത്. ഇതിൽ നമുക്ക് നൈറ്റ് വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, അതുപോലെ തന്നെ പ്രോ മോഡ്സ്, അതുപോലെ ഡുവൽ വീഡിയോ മോഡ് എന്നിങ്ങനത്തെ അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. നല്ല ലൈറ്റിംഗ് കണ്ടീഷനിലും മെയിൻ സെൻസർ വളരെ മികച്ചതായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ലോ ലൈറ്റ് കണ്ടീഷനിലും നേരത്തെ ഉള്ള ഫോണിൽ വെച്ച് നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് Oppo Reno 6 Pro 5G എന്ന് പറയുന്ന ഡിവൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് കൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. നമുക്ക് മൂവി മോഡും സോളോ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ മേക്ക് ചെയ്യാനുള്ളതും പിന്നെ മാക്രോയ്ക്കുള്ള സെപ്പറേറ്റ് എക്സ്ട്രാ HD എക്സ്പേർട്ട്, അതുപോലെ കുറേ ക്യാമറാസ് നമുക്ക് യൂസ് ചെയ്യാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ട്. പിന്നെ നമുക്കിതിൽ സ്റ്റെബിലൈസേഷൻ ഇൻബിൽട്ട് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വിഷ്വൽസ് ഒക്കെ എടുക്കാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക്
ലഭിച്ചത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിന് പ്രൊട്ടക്ഷനായിട്ട് ഒരു UV ഗ്ലാസ് എക്സ്ട്രാ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ക്യാമറ അത് കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഗ്ലാസിൻ്റെ ഒരു ഗ്ലെയർ പോലൊരു എഫക്റ്റ് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എനിക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്തായാലും ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് സാമ്പിൾസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3D കർവ്ഡ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസിൽ വരുന്നത്. വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം ഒരു ഇൻഫിനിറ്റി ബെസൽസ് ഒക്കെയാണ് കർവ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടും. വീഡിയോ വ്യൂയിങ്ങിന് നല്ലൊരു പെർഫെക്റ്റ് ചോയ്സ് തന്നെയാണ്. പക്ഷേ ഓഡിയോയുടെ കാര്യം വരുമ്പോൾ നമുക്കിതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവൈലബിൾ അല്ല. അതൊരു പോരായ്മ തന്നെയാണ്. ഈ ഒരു ബഡ്ജറ്റിൽ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിവിടെ കൊടുത്തിട്ടില്ല. അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് ഈ ഡിവൈസിൽ അവൈലബിൾ അല്ല. പക്ഷേ ഒരു Type C ഹെഡ്ഫോൺസ് ഇവർ ഇൻബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പോരായ്മയായിട്ട് എനിക്ക് പറയാനാവില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു സെൻസറാണ് 360° ലൈറ്റ് സെൻസർ. ഇതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട് ലൈറ്റിൻ്റെ. അതുകൊണ്ട് തന്നെ ഓട്ടോ ബ്രൈറ്റ്നസ് ഒക്കെ പക്കാ പെർഫെക്റ്റ് ആയിരിക്കും. മറ്റുള്ള ഫോണിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ ഓട്ടോ ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ആവുന്നത്. കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5G ആണ്. 11 5G ബാൻഡിൻ്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 5G ഇതിലൊരു തള്ള് അല്ലെങ്കിൽ ഒരു ഗിമ്മിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ലൊരു കാര്യം തന്നെയാണ്. 11 ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ Wi-Fi 6, Bluetooth 5.2, NFC എന്നീ സപ്പോർട്ട്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഏകദേശം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓപ്പോ ഇതിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സെൻസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സെൻസേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ബയോമെട്രിക്സ് നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ്ങും ഫേസ് ID ആണ് വരുന്നത്. രണ്ടും വളരെ ഫാസ്റ്റ് ആണ്. കളർ വൈസ് ആൻഡ് തന്നെ കുറച്ച് കസ്റ്റമൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ കൂടുതലാണ്. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുമ്പോൾ 40,000 രൂപയ്ക്കകത്ത് 12/256GB എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് മേടിക്കുമ്പോൾ നമുക്ക് ആവശ്യപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതിൽ കിട്ടുന്നില്ല. 120 Hz ഡിസ്പ്ലേ നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവൈലബിൾ അല്ല. അതുമാത്രമല്ല പോക്കോ F3 GT, OnePlus Note 2 ഒക്കെ 30,000 രൂപയ്ക്കകത്ത് Dimensity 1200 നൽകുന്നുണ്ട്. ഇവർ 40,000 രൂപയ്ക്കകത്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർക്കൊരു 8/128 എന്നിങ്ങനത്തെ ലോവർ വേരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഞാൻ സജസ്റ്റ് ചെയ്തേനെ. അപ്പോൾ 100% വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല ഇത്. ഓപ്പോയുടെ ഡിവൈസിനൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ച് പ്രൈസ് കൂടുതലാണ്. അത് നോർമലി വരുന്നൊരു സംഭവം തന്നെയാണ്. അപ്പം ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈറ്റിലൊക്കെ അല്ലെങ്കിൽ ചില ഷോപ്പിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ട്സ് കിട്ടുന്നുണ്ട്. സൈറ്റിൽ 4,000 രൂപയ്ക്ക് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിടപ്പുണ്ട്. അപ്പം അത്രയും രൂപയൊക്കെ കുറഞ്ഞ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സ് തന്നെ ആയിരിക്കും. അപ്പം മാക്സിമം ഓഫേഴ്സിൽ എടുക്കാൻ നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഫോണിനെ പറ്റി മനസ്സിലായി കാണും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫോണിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചിലത് ഡൗൺഗ്രേഡ് ആണ്. ചിലപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കർവ് സ്ക്രീൻ വ്യൂയിങ് ആംഗിൾസ് ഒക്കെ നല്ലതാണ്. പക്ഷേ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഫീച്ചർ ഏതാണോ അത് ബൂസ്റ്റപ്പ് ചെയ്യുന്നൊരു ഫോണാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണക്ടിവിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. മറ്റുള്ള ഫോൺസിനെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് 11 5G ബാൻഡ്സ് കിട്ടുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നോക്കിയാലും വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. ലുക്ക് നോക്കിയാലും. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഫാക്ടേഴ്സ് ഒക്കെ ഇതിൽ ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. കോമ്പറ്റീഷനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫോൺസ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ കൂൾ കണ്ടന്റ്സിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു കിടിലൻ വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.